അലർജി ഉള്ള ആളുകൾ വളരെയധികം മൂഡ് സ്വിങ്സ് കാണാറുണ്ട്. പ്രത്യേകിച്ച് ഡിപ്രഷൻ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അലർജി ഉള്ള ആളുകൾക്ക് ഹാപ്പി ഹോർമോൺസ് വളരെയധികം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഡിപ്രഷൻ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അലർജി ഉള്ള ആളുകൾ അലർജിയുടെ പ്രോപ്പർ ട്രീറ്റ്മെന്റിന്റെ കൂടെ തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അലർജിക്ക് നല്ല മാറ്റം ഉണ്ടാവും. നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവുന്നുണ്ട്. സെറട്ടോണിൻ എന്നൊരു ഹാപ്പി ഹോർമോൺസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് സൺലൈറ്റിന് കൂടുതലായിട്ട് എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ എന്തായാലും നിങ്ങൾ സൺലൈറ്റിന് എക്സ്പോസ് ആവാൻ ശ്രമിക്കുക. അതുവഴി വിറ്റാമിൻ ഡി നമ്മുടെ ബോഡിക്ക് കിട്ടുന്നത് മാത്രമല്ല ഒരുപാട് നല്ല ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഉറക്കം 7 മുതൽ 8 മണിക്കൂർ വരെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്ന വഴി നമുക്ക് സെറട്ടോണിൻ നമ്മുടെ ബോഡിയിൽ കൂട്ടാൻ പറ്റുന്നതാണ്. ഉദാഹരണമായിട്ട് നമ്മൾ ഫ്രൂട്ട്സ്, അതുപോലെ ബനാന, ഓട്സ്, എഗ് ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് സെറട്ടോണിൻ ഉണ്ടാവുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സെറട്ടോണിൻ നമുക്ക് നന്നായി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് എൻഡോഫിൻ ആണ്. പെയിൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ കൂടുന്നത് വഴി തന്നെ സ്കിൻ അലർജി ആളുകൾ ചൊറിച്ചിൽ കുറയാൻ, അതുപോലെ സ്ട്രെസ് ഒക്കെ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ്. ഇത് കൂടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി ഒരു 30 മിനിറ്റ് നടക്കുക എന്നുള്ള നല്ലൊരു എക്സസൈസ് ആണ്. ഇതുവഴി തന്നെ നമുക്ക് എൻഡോഫിൻ കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ ചിരിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ചിരി വരുന്നില്ലെങ്കിൽ മാക്സിമം നമ്മൾ ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഫണ്ണി വീഡിയോസ് ഒക്കെ കാണുന്ന വഴി തന്നെ നമ്മുടെ ശരീരത്തിൽ എൻഡോഫിൻസ് ഉണ്ടാവുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡോപ്പമൈൻ നമ്മുടെ ബോഡിയിൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഡോപ്പമൈൻ കൂടുമ്പോൾ തന്നെ മൈൻഡ് ഒക്കെ ഒന്ന് കാം ആവുകയും അലർജിയുടെ ബുദ്ധിമുട്ടൊക്കെ നല്ല രീതിയിൽ കുറയുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ്, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റീസിന്റെ ലിസ്റ്റ് ഉണ്ടാക്കുക. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കാര്യം അച്ചീവ് ചെയ്ത പോലെയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് കിട്ടുമ്പോഴാണ് ഡോപ്പമൈൻ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ തന്നെ നമുക്ക് ചെറിയ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുക. ഒരു സെൽഫ് ലവ് ചെയ്യുന്ന വഴി തന്നെ നമുക്ക് ഡോപ്പമൈൻ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് ഓക്സിറ്റോസിൻ ആണ്. ഓക്സിറ്റോസിൻ കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഫാമിലിയായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, കുട്ടികളൊക്കെ കൂടുതൽ ഹഗ് ചെയ്യുക. അപ്പോൾ ആരും ഇല്ലാത്ത ആളുകളാണെങ്കിൽ പെറ്റ്സുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. പക്ഷേ അലർജിയുള്ള ആളുകൾ പ്രത്യേകിച്ച് കെയർ എടുക്കുക. പെറ്റ്സിന്റെ രോമങ്ങളൊന്നും നിങ്ങളുടെ ശരീരത്തിൽ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഹാപ്പി ഹോർമോൺസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ മൂഡൊക്കെ ഒന്ന് കാമാവും. അലർജിയുടെ ഭാഗമായിട്ട് ഓവറായിട്ട് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നതൊക്കെ നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അലർജിയുടെ ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അലർജിക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകൾ ഇതും കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷുവർ ആയിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഈ ഒരു ഇൻഫർമേഷൻ അലർജിയെ ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ഇന്ന് അയച്ചു കൊടുത്തോളൂ.